ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. ഓണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തന്നെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് നമ്മൾ ഏതാണ്ട് മതിയായിരിക്കുന്ന ഒരു സമയം കൂടി ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായാലും നോൺ വെജിറ്റേറിയൻ കഴിക്കാനായിട്ട് എല്ലാവർക്കും തന്നെ ഒരു ആഗ്രഹവും കൂടിയുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ മാജിക് അവനിൽ നിന്ന് ഒരു നോൺ വെജ് വിഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു നോൺ വെജിറ്റേറിയൻ വിഭവം. നോൺ വെജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സാധാരണയായിട്ട് ചിക്കൻ ആകാം, അല്ലെങ്കിൽ ഫിഷ് ആകാം, അതല്ലെങ്കിൽ ബീഫ് ആകാം, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടല്ലോ. പക്ഷേ ഇത് നമ്മൾ ചിക്കനിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു കറിയല്ല എന്ന് പറയുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് മീലാണ്. ഇത് നമ്മൾ ബിരിയാണിയൊക്കെ പോലെ തന്നെ കഴിക്കാൻ പറ്റിയൊരു കാര്യം. ചോറും ചിക്കനും എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു വിഭവം. ഇതിൻ്റെ പേര് ബേക്ക്ഡ് റൈസ് കാസറോൾ. അപ്പോൾ ബേക്ക്ഡ് എന്ന് പറയുമ്പോൾ ഇത് ഇലക്ട്രിക് അവനിൽ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ദമ്മിട്ടെടുക്കുകയും ചെയ്യാം. അപ്പോൾ ചിക്കനും ചോറും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ഫുള്ളായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പൂർണ്ണമായ ഒരു ആഹാരമാണ് ഈ ബേക്ക്ഡ് ചിക്കൻ കാസറോൾ. അപ്പോൾ ഇത് പേര് കേൾക്കുന്ന കാസറോൾ എന്നൊക്കെ പറയുമ്പോൾ പേടിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പം, ചേരുവകളും വളരെ കുറച്ചേ ഉള്ളൂ. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ഇനം ബിരിയാണി അരി 2 കപ്പ്, ചിക്കൻ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് എല്ലെല്ലാം മാറ്റി ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത് 1/2 കിലോ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, സെലറി ചെറുതായി അരിഞ്ഞത് 1 കപ്പ്, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് 1 എണ്ണം, വെണ്ണ 2 ടേബിൾ സ്പൂൺ, സവാള 2 ചെറുതായി അരിഞ്ഞത്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഒറിഗാനോ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ടൊമാറ്റോ ക്രീം സോസിന് വേണ്ട ചേരുവകൾ. ടൊമാറ്റോ 4 ഇടത്തരം കഷ്ണങ്ങളാക്കിയത്, വെള്ളം 1.5 കപ്പ്, ചിക്കൻ്റെ സ്റ്റോക്ക് 4 കപ്പ്, വീണ്ടും വെണ്ണ 2.5 ടേബിൾ സ്പൂൺ, മൈദാമാവ് 3 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അങ്ങനെ നമ്മളുടെ ബേക്ക്ഡ് റൈസ് കാസറോൾ തയ്യാറാക്കാൻ പോവുകയാണ്. ഇതിന് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പ്രധാനമായിട്ട് ചോറാണ്. ചോറെന്ന് പറയുമ്പോൾ ബിരിയാണി അരി വേവിച്ച് ഉണ്ടാക്കുന്ന ചോറ്. അപ്പോൾ ബസ്മതി റൈസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിരിയാണി ചോറ് എന്ന് തന്നെ പറയും. അപ്പോൾ 2 കപ്പ് ബിരിയാണി അരി ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി, നല്ല ഇനമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ഒന്നും ഇല്ലാത്ത അരിയാണെങ്കിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് ഉപ്പിട്ട് വേവിച്ച് ഊറ്റിയെടുക്കണം. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു 5-6 കപ്പോളം ചോറ് കിട്ടും. അത് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചിക്കനാണ്. ചിക്കൻ 1/2 കിലോ ചെയ്യും. അപ്പോൾ ഒരു വലിയ കോഴിയുടെ പകുതി, അതും വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി മാത്രം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് കഷ്ണങ്ങൾ നന്നായിട്ട് വേകണം. വെന്ത് കഴിയുമ്പോൾ ആ കഷ്ണങ്ങളെല്ലാം വെള്ളത്തിൽ നിന്ന് മാറ്റുമ്പോൾ കിട്ടുന്ന ആ വെള്ളവും സൂക്ഷിച്ച് വയ്ക്കുക. ആ വെള്ളമാണ് സ്റ്റോക്ക്, ചിക്കൻ സ്റ്റോക്ക്, അതിൻ്റെ സത്താണത്. അത് ഏകദേശം ഒരു 4 കപ്പോളം നമുക്ക് വേണം. അപ്പോൾ അതനുസരിച്ച് വെള്ളം, ഒരു 8 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് വേണം ചിക്കൻ വേവിക്കാൻ. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും 8 കപ്പ് വേണ്ട, ഏകദേശം ഒരു 6 കപ്പ് എങ്കിലും വേണം, 6-7 കപ്പ് വെള്ളം. അപ്പോൾ നമുക്ക് 4 കപ്പ് സ്റ്റോക്ക് ബാക്കി ഉണ്ടാവണം. അതും വയ്ക്കുക. അപ്പോൾ ചിക്കനെ ആ എല്ലിൽ നിന്ന് എന്നിട്ട് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കൈകൊണ്ട് തന്നെ വേണമെങ്കിൽ ഇളക്കി വയ്ക്കാം, അല്ലെങ്കിൽ കത്തി കൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. അപ്പോൾ അതും ഇവിടെ റെഡി. അപ്പോൾ ഇത് കഷ്ണങ്ങളാക്കി കഴിയുമ്പോൾ ഏകദേശം ഒരു 2-2.5 കപ്പോളം ചിക്കൻ്റെ പീസസ് ഉണ്ടാകണം. കൂടുതലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ. പിന്നെ വേണ്ടത് നമുക്ക് ഇത് 2ആണ് മെയിനായിട്ട് നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് വെക്കുന്ന കാര്യം. ഇനി വേണ്ടത് നമുക്ക് ഇതൊരു കാസറോൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു മിക്സ്ചറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ടൊമാറ്റോ ക്രീം സോസാണ്. അപ്പോൾ ഈ ടൊമാറ്റോ ക്രീം സോസ് നമ്മൾ തന്നെ തയ്യാറാക്കണം. അപ്പോൾ അതിന് ടൊമാറ്റോ എടുക്കുക. ഒരു 4 ചെറിയ ടൊമാറ്റോ, അല്ലെങ്കിൽ ഒരു ഇടത്തരം വലിയ ടൊമാറ്റോ ആണെങ്കിൽ 3 എണ്ണം. അത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് അടുപ്പിൽ വയ്ക്കണം. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇനി അടുപ്പ് കത്തിക്കാം. ഒരു പാത്രം, ചൂട് കട്ടിയുള്ളൊരു പാത്രം, അതിലേക്ക് ടൊമാറ്റോയുടെ വലിയ കഷ്ണങ്ങളാക്കിയത്, ഒരുപാട് വലിയ കഷ്ണമല്ല, ക്യൂബ്സായിട്ട് മുറിച്ചത്. ഇതിപ്പോൾ 4 ചെറിയ ടൊമാറ്റോ ആണ്. അതിലേക്ക് വെള്ളം ഏകദേശം ഒരു ടൊമാറ്റോ വേകാൻ ആവശ്യമുള്ള വെള്ളം ഒരു 1-1.5 കപ്പ് വരെ ഉപയോഗിക്കും. ഇനി ടൊമാറ്റോ നന്നായിട്ടൊന്ന് വേകണം. വെന്ത് കഴിഞ്ഞിട്ട് അല്പം തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് അത് മിക്സി ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കും. അപ്പോൾ ടൊമാറ്റോ പ്യൂറി ആകും. ടൊമാറ്റോയുടെ ചാറ്, അത് ടൊമാറ്റോ അരച്ചെടുത്ത ഒരു കാര്യം, നല്ല കൊഴുത്ത ഒരു കാര്യം. അത് ഏകദേശം ഒരു കപ്പോളം വരും, 1-1.25 കപ്പോളം വരും. അതും കൂടി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബേക്ക്ഡ് റൈസ് കാസറോൾ റെഡിയാക്കാം. ഇത് വേഗന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ടൊമാറ്റോയുടെ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത്, ഒഴിച്ച വെള്ളം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, ഒരു 1/2 കപ്പോളം ബാക്കിയുണ്ടായിരുന്നു.
കുറച്ച് നേരം തണുക്കാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് മിക്സി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. അപ്പം ഇത് നമ്മുടെ ടൊമാറ്റോ പ്യൂറി. ഇതാണ് ആ 4 ചെറിയ ടൊമാറ്റോ കഷ്ണങ്ങളാക്കി വേവിച്ച് അരച്ചെടുത്തതാണ്. ഇത് പിന്നെ അരിക്കൊന്നും വേണ്ട, നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് നല്ല മഷി പോലെ അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിവിടെ റെഡിയാണ്. പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ചിക്കൻ വേവിച്ച വെള്ളം സൂക്ഷിച്ച് വെക്കണം, ഒരു 4 കപ്പോളം വേണം. അപ്പോൾ അത് ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇനി ചെയ്യാൻ പോണ കാര്യം, ഈ ചിക്കൻ്റെ സ്റ്റോക്കിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന വേവിച്ച ടൊമാറ്റോ പ്യൂരി ഇത് രണ്ടും കൂടി യോജിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ടൊമാറ്റോ പ്യൂരിയും അതായത് ടൊമാറ്റോ അരച്ചതും വേവിച്ച ടൊമാറ്റോ അരച്ചതും അത് ഏതാണ്ട് 1 കപ്പോളം ഉണ്ടായിരുന്നു. അതും ഈ 4 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഇതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ടൊമാറ്റോയുടെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് പകുതി റെഡി ആയിരിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൊമാറ്റോ ക്രീം സോസ് ആദ്യം തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അടുപ്പിൽ പാത്രം വെച്ചിരിക്കുന്നത്. അപ്പോൾ പാത്രം ഒന്ന് ചൂടായിക്കോട്ടെ. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മളൊരു 2.5 ടേബിൾ സ്പൂണോളം വെണ്ണ, ഉപ്പില്ലാത്ത വെണ്ണ, ഏതാണ്ട് 2.5 ടേബിൾ സ്പൂൺ വെണ്ണ ഉരുകാനായിട്ട് വെച്ചു. ഇനി ഇതിലേക്ക് മൈദാമാവ് ഒരു 3 ടേബിൾ സ്പൂണോളം ചേർക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ മൈദാമാവും ചേർത്തു. എന്നിട്ട് ഇത് സാധാരണ നമ്മളൊരു വൈറ്റ് സോസൊക്കെ തയ്യാറാക്കുന്ന പോലെ ഈ മൈദ ഈ വെണ്ണയിൽ കിടന്നൊന്ന് മൂക്കണം. ഇങ്ങനെ പതഞ്ഞ് വരും, ബബിൾസ് ഇങ്ങനെ പതഞ്ഞ് വരുന്ന ഒരു സ്റ്റേജിലെത്തുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ തീ ഒന്ന് കുറയ്ക്കണം. അപ്പോൾ ഒരു മൂത്ത മണമൊക്കെ വന്നു തുടങ്ങി, നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി തീ അല്പം കുറച്ചു. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ട് പെട്ടെന്ന് ഒഴിക്കണം, കൈയെടുക്കാണ്ട് ഇളക്കണം. ഇനി തീ കൂട്ടി കൊടുക്കുക. അപ്പം കട്ട പിടിക്കാണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും നല്ലൊരു ടൊമാറ്റോ ക്രീം സോസ് ഇപ്പോൾ റെഡിയാകും. ഇതിങ്ങനെ തിളച്ചോട്ടെ, തിളയ്ക്കുമ്പോൾ തന്നെ ഇത് കുറുകി തുടങ്ങും. ആദ്യം ഇനി കുറച്ചുകൂടെ ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ ബാക്കി ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് തന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. പാകത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, അത് എരിവിനാവശ്യമുള്ള കുരുമുളക് പൊടി ഏകദേശം ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം, സൗകര്യം അനുസരിച്ചിട്ട്. എത്ര വേണം എരിവ് അതനുസരിച്ചിട്ട്. ഞാൻ ഏതാണ്ട് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുറുകുന്നതിനനുസരിച്ച് ബാക്കിയിരിക്കുന്ന സ്റ്റോക്ക് പ്ലസ് ടൊമാറ്റോ പ്യൂരി ആ രണ്ടും കൂടെ ചേർന്ന മിശ്രിതം പിന്നെയും ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളക്കട്ടെ, തിളച്ച് നല്ല കുറുകി വരട്ടെ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ.